വയനാട് വീണ്ടും വന്യമൃഗശല്യം കൂടുതലാവുന്നു, കടുവയിറങ്ങുന്നു. എന്താണ് ന്യൂസ് കിട്ടിയ പുതിയ അപ്ഡേഷൻ? ഇന്നലെ രാത്രി ഒരു കടുവ ഒരു പശുവിനെ കൂടി ആക്രമിച്ചതായിട്ടാണ് വിവരം കിട്ടിയിട്ടുള്ളത്. കടുവയുടെ കാൽപ്പാടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്നെ കാൽപ്പാടുകൾ പരിശോധിച്ച് അത് കടുവ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി ആ ശ്രമങ്ങൾ ഇപ്പോൾ അവിടെ നടന്നു വരുന്നുണ്ട്. അതിലൊന്നും ഒരു ജാഗ്രത കുറവും ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വനംവകുപ്പിനെതിരെയാണ് പ്രതിഷേധം കൂടുതലായിട്ട്, പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതകൾ ഉൾപ്പെടെ ഇന്ന് പ്രതിഷേധ ജ്വാല നടത്തുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കെടുകാര്യസ്ഥിതിയൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ. വന്യജീവികൾ സ്വാഭാവികമായി വനത്തിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റും, മറ്റേതെങ്കിലും വകുപ്പിന് പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റുമോ? അതൊക്കെ സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണെന്ന് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രതികരണങ്ങൾ സ്വാഭാവികമാണ്. ഗവൺമെൻറ്റിൻ്റെ ജോലി ആ പ്രതികരണങ്ങൾ മനസ്സിലാക്കി ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ ഫലപ്രദമായ നടപടികളുടെ ഭാഗമായാണ് മുഖ്യമന്ത്രി ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു, ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു, ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി വീണ്ടും ചർച്ച ചെയ്തതിനാണ് ഒരു 3 അംഗ മന്ത്രിസഭ സമിതിയെ നിയോഗിച്ചു. ആ സമിതി എല്ലാവരുടെയും സൗകര്യം പരിഗണിച്ച് 20-ാം തീയതി അവിടെ സന്ദർശിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടയിൽ വനംവകുപ്പ് മന്ത്രി പ്രത്യേകമായി അവിടെ ചെന്ന് പുതിയ കാര്യങ്ങളെന്തല്ലോ പറയേണ്ടത്. നമ്മൾ കൂട്ടായെടുത്ത തീരുമാനം, ആ തീരുമാനം അവരെ അറിയിച്ച് അവർക്കെന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അതും കേട്ട് പരിഷ്കരിച്ച് അത് നടപ്പിലാക്കാനാണ്. അപ്പോൾ 2 തട്ടിലായിട്ടാണ് അവിടെ യോഗം ചേരുന്നത്. ഒന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ സർവകക്ഷി യോഗം, 2 പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരുടെ യോഗം. കാരണം അവരിലൂടെയാണ് നമ്മളിത് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കി ഒരു സ്ഥലത്ത് ചെല്ലുന്നതാണ് ഉചിതം എന്ന് കരുതുന്നു. ആ നടപടികളിലാണ് ഇപ്പോൾ വനം മന്ത്രിയും ഗവൺമെൻറ്റും വ്യാപൃതരായിരിക്കുന്നത്. എന്നാൽ അതാത് സമയം ഓരോ മണിക്കൂർ കൂടുമ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ അവലോകനം ചെയ്ത് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുമുണ്ട്. മറ്റേത് പ്രതിഷേധത്തിൽ ഞാൻ ആദ്യം മുതൽ പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്തൊരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കാണുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. 20-ന് വയനാട്ടിലെത്തുന്ന മന്ത്രിയെ തടയുന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഞാൻ അതൊക്കെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമല്ലേ. അത് എന്തിനാണ് തടയാൻ പാടില്ല എന്നൊരു നിലപാട് ഞാൻ എടുക്കുന്നത്. അത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും നിരോധിക്കാനോ നിഷേധിക്കാനോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരുക്കല്ലല്ലോ. പ്രത്യേക ചുമതലയുള്ള CCF ഉടൻ ചുമതല ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുമോ? കൂടുതൽ അല്ല, ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കുകയില്ല. എന്നാൽ ഈ പല ഒന്നുകളെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയും. അതിനാണ് ഏതൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ മന്ത്രി പോയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ മന്ത്രി പോകണ്ടേ? പോകണം. അവിടെ CCFനെ വെച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ പ്രത്യേകം അവിടെ വെക്കണ്ടേ? 3 സംസ്ഥാനങ്ങളുമായി കോർഡിനേഷൻ ഉണ്ടായാൽ പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ അങ്ങനെ വേണ്ടേ? അപ്പോൾ ഒന്ന് മാത്രം എടുത്ത് അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല, അതുകൊണ്ട് പ്രശ്നം ഇതൊരു സമഗ്രമായ ഒരു പാക്കേജായി മുമ്പിൽ വരുമ്പോൾ ആ പാക്കേജ് ഫലപ്രദമായി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഒന്നുകൊണ്ട് മാത്രം ഒരു പ്രശ്നവും പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. പലതും കൂടിച്ചേരുമ്പോൾ എല്ലാറ്റിൻ്റെയും സഹകരണം ഉറപ്പുവരും. ഒരു മന്ത്രി മാത്രം വിചാരിച്ചാൽ ഗവൺമെൻറ് നടക്കുക. എല്ലാവരുടെയും കൂട്ടായ ശ്രമമാണ്. ഉദ്യോഗസ്ഥന്മാർ കൂട്ടായ ശ്രമമാണ്. കൂട്ടായ്മയിലൂടെയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുക എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതെ. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് വേണം ചോദിക്കാൻ, അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുമോ? പക്ഷെ അത് ആവശ്യമല്ലേ? അപ്പോൾ ഓരോ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, എവിടെയൊക്കെയാണ് കൂടുതൽ ജാഗ്രത വേണ്ടത്, എവിടെയൊക്കെയാണ് കൂടുതൽ ആശയങ്ങൾ വേണ്ടത്, ഇതെല്ലാമാണ് ചർച്ച ചെയ്ത് എല്ലാം കൂടി വരുമ്പോഴാണ് എല്ലാ ഘടകങ്ങളും ഒരേ മനസ്സോടെ ഒന്നുചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് വയനാട്ടിലെ എല്ലാം നമ്മുടെ മലയോര മേഖലയിലെ വന്യജീവി ശല്യം കൊണ്ട്
ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അല്ല, അത് ഒന്നിന് പുറകെ ഒന്നൊരു തീരുമാനമുണ്ട്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറിയൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു ഇതല്ലാതെ മറ്റൊന്നും. കാരണം ദൗത്യസംഘം അവിടെ എത്ര ദിവസമായി, രണ്ടാമത്തെ ദിവസം മുതൽ ദൗത്യസംഘം പ്രവർത്തനം ആരംഭിച്ചില്ലേ? ആ ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണല്ലോ കൂടുതലായിട്ട് ജനകീയ പ്രശ്നവും ജനകീയ പ്രതിഷേധവും ഉയർന്നു വന്നത്. ആ ദൗത്യസംഘത്തിന് ആനയെ മയക്കുവെടി വെച്ച് കൊല്ലാൻ വേണ്ടി കഴിയുന്നില്ല. മയക്കുവെടിക്ക് വെക്കാൻ കാലതാമസമുണ്ട്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഉച്ചയാകുമ്പോഴേക്കും മയക്കുവെടി വെക്കുന്നതിനുള്ള അനുവാദം ലഭിച്ചു കഴിഞ്ഞു. മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് മാത്രമേ അധികാരമുള്ളൂ എന്ന പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ആലോചിച്ചതാണ്, ജില്ലാ കളക്ടർമാർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ആ സാധ്യത നമുക്ക് ഒരു പൊതുസമൂഹത്തിന് തീരുമാനിക്കാൻ കഴിയില്ല. നിയമപരമായ പ്രശ്നമാണ്. അത് നിയമപരമായി പരിശോധിക്കേണ്ടത്. അങ്ങനെ ഓരോന്നിനും ആവശ്യമായ സമയമെടുത്തു എന്നല്ലാതെ ഒന്നിലും ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല. ഈ പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്ന് അങ്ങ് പറയുമ്പോൾ പോലും ഇന്നലെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് അത് ഞാൻ വ്യക്തമാക്കിയതാണ്. സമരം അക്രമാസക്തമാകുമ്പോൾ അത് ന്യായമായ സമരമല്ല, പ്രതിഷേധം ന്യായമല്ല. അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അക്രമാസക്തമാകാൻ പാടില്ല എന്ന അഭ്യർത്ഥന ഞാൻ അവരുടെ മുമ്പാകെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ആരുടെയും നിയന്ത്രണത്തിലായിരിക്കില്ല, മനഃപൂർവ്വമായിരിക്കില്ല. അത് അക്രമാസക്തമായി കഴിഞ്ഞാൽ അതാണ് ഞാൻ പ്രശ്നം സങ്കീർണമാകുന്നത്. അക്രമാസക്തമാകുമ്പോൾ പ്രശ്നം സങ്കീർണമാകും. ആ സങ്കീർണതയും അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നം സങ്കീർണമാക്കാൻ എന്തെങ്കിലും ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു? ഗൂഢശ്രമങ്ങളോ അങ്ങനെ നടക്കുന്നു? അല്ല, ഇതിപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഈ സമരം? ജനങ്ങളാണ് നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പക്ഷെ ഞാൻ കേട്ടത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ അതിന് വ്യക്തമായ ഒരു തെളിവൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. വാരണാസിയിലുള്ള രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി, അന്ന് തൊട്ടടുത്ത ജില്ലയിൽ ഉണ്ടായിട്ട് ഇതുവരെ ചെന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇപ്പോഴും അത് തുടർച്ചയായി ആരോപിക്കുന്നത്. അല്ല, അത് ആരോപണമല്ലല്ലോ, അതൊരു വസ്തുതയല്ലേ. ഞാൻ പോയില്ല. പക്ഷെ ഞാൻ പോകുന്നതിന് വരെ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കണം, ഈ ചർച്ചകളൊക്കെ നടത്തണം, ഇതിന് വ്യക്തമായ ഉത്തരവുണ്ടാകണം, ഉത്തരവുകൾ ഇറങ്ങണം. വാക്കാൽ പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഉത്തരവുകൾ ഇറങ്ങണ്ടേ. ഇനി പിന്നെ ഞായറാഴ്ചയാണ്, ഇനി മറ്റന്നാൾ അവിടെ സന്ദർശിച്ചോ ഇല്ലയോ എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ പോയിട്ടില്ല. നഷ്ടമുണ്ടായവർക്കും അല്ലെങ്കിൽ ആശങ്കയുള്ള പൊതുജനങ്ങൾക്കും ഒരു ആശ്വാസം ഉണ്ടാക്കാൻ മന്ത്രിയുടെ ഒരു സന്ദർശനം ഉപകരിക്കുമെങ്കിൽ അല്ല, അത് തീർച്ചയായിട്ടും. പക്ഷേ ഒരു വികാരപരമായ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള സ്വാഭാവികമായ പ്രയാസമുണ്ട് എന്നതാണ് ഞാൻ ധരിച്ചത്. അതുകൊണ്ട് ആ സ്വാഭാവികമായ പ്രയാസമില്ലാത്തൊരു സമയത്ത് കുറച്ചും കൂടി ആളുകൾ ശാന്തരായി നിൽക്കുന്ന സമയത്ത് അവരോട് കാര്യങ്ങൾ തിരക്കുന്നത്. അല്ലെങ്കിൽ അവരും പറയുന്നത് വികാരപരമായിട്ടായിരിക്കും. വികാരപരമായി പ്രശ്നങ്ങൾ സമീപിച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാവുകയില്ല. പ്രശ്നങ്ങൾ ഉന്നയിച്ചു എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് പ്രശ്നങ്ങൾ ഉന്നയിച്ചാൽ പോരാ, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ ജനക്കൂട്ടത്തോട് സംസാരിച്ച് പ്രശ്നങ്ങളോട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ടവരുമായുള്ള ചർച്ച നമ്മൾ നടത്തുന്നത്. ആ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അതിൻ്റെ കാര്യത്തിൽ അന്വേഷിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി അവർക്ക് കിട്ടിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അങ്ങനെ ഒരു മനഃപൂർവ്വമായ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി.